That's what he's saying there. ഭാഗ്യമുള്ളവർ അതിൽ അനുഗ്രഹിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നവർ അവരുടെ നടപ്പ് വ്യത്യസ്തതകളായിരിക്കും. അവരുടെ ഇരിപ്പ് വ്യത്യസ്ത. നമ്മുടെ ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് ശരിയാണ്, ദൈവരാജ്യം ഇരിക്കുന്നത് ഇതിനപ്പുറത്ത് നിത്യതയുണ്ട്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം. ദൈവാത്മാവിനാലും കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന് മുമ്പേ ഈ ലോകത്തിൽ ആത്മാവിൽ നമ്മൾ ദൈവരാജ്യം ഇരിക്കുന്ന വ്യക്തികളാണ് കർത്താവ്ദാസ് പഠിപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ മനുഷ്യനെ ആശ്രയിക്കുന്നുണ്ട്. കർത്താവ്ദാസ് പഠിപ്പിക്കുന്നത് അത് നമ്മൾ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്താൽ അതിന്റെ മേൽ ജയത്തിലും ഇതാ കർത്താവ് പറഞ്ഞത് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരാണ്, നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്താണ്. ഒരു രോഗം വരുമ്പോൾ ഒരു മാറ്റമില്ലാതെ കേൾപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ നശിച്ചു പോകാൻ നഷ്ടപ്പെട്ടു പോകാൻ നമ്മുടെ കയ്യില് ഒരു കിരീടമായിട്ട് കാണണം. Let it be a blessing and with much seriousness. Drink from it. Let it be a blessing altogether. Hallelujah. Now go ഒന്നിച്ച് കേൾക്കുന്നവർക്ക് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ സുവിശേഷം അവതരിപ്പിക്കുന്നതാണ്. നിരപ്പ് പ്രാപിക്കാതെ ദൈവത്തോട് സ്നേഹം അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ സെക്ഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 സെക്ഷൻ കടന്നു വരികയും ത്യാഗത്തോടെ ദൈവത്തിന്റെ വചനങ്ങൾ സ്തോത്രം. നമ്മുടെ സഭയിൽ കടന്നതിനേക്കാൾ അധികമായി മറ്റ് സെക്ഷനിൽ ധാരാളം പേര് വെളിയിൽ നിന്നാണ് കടന്നു വന്നത്. അവരെയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വാക്കോടിരിക്കുമാറാകട്ടെ. എല്ലാവരുടെ സ്നേഹം വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഈ ഉപവാസ പ്രാർത്ഥന 2ാം ദിവസം രാവിലെ കടന്നിട്ട് കർത്താവിന്റെ ദാസ ദിവസങ്ങളിൽ ഒരു വ്യത്യസ്ത കാര്യമാണ് പറയുന്നത്. വിരുദ്ധമല്ല പറഞ്ഞത്. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അവകാശങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ വിശ്വാസികൾ എന്ന പേര് പറയുന്നെങ്കിലും ആ വിശ്വാസികൾക്ക് അവകാശം ദൈവം തന്നിട്ടുണ്ട്. ആ അവകാശം നമ്മൾ ഉപയോഗപ്രദമാക്കണം.
എന്നാണ് പറഞ്ഞത്. ആ അവകാശം ഉപയോഗിച്ച് ഞാൻ ആരാണ്, ക്രിസ്തുവിൽ ആരാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാലമാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ബലപ്പെടുത്തട്ടെ. നാം വിശ്വാസികളാണെങ്കിൽ അവകാശം തന്നിട്ടുണ്ട്. അവകാശം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിൽ കൊണ്ടുവരണം. നാം അത് മനസ്സിലാക്കിക്കൊണ്ട് ദീപ കർത്താവിനെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ വാക്കുകൊടുക്കട്ടെ. കർത്താവിനെ പ്രാർത്ഥിക്കട്ടെ. കർത്താവിനെ സഹായിക്കണം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യ കടന്നു വരുവാൻ ദൈവം ഒരുക്കാൻ നല്ല സാവകാശത്തിനായി ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും അതുപോലെ തന്നെ കർത്താവിന്റെ ദാസന്മാർക്കും വേഗമത്തുള്ള കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിന്റെ കൂടെ നാമത്തിൽ എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം രണ്ട് സെഷനായി നിങ്ങൾ മനസ്സിലാക്കിയത് ഏതെങ്കിലും പ്രയോജനമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? സ്തോത്രം ഉണ്ടെങ്കിൽ അത് സ്തോത്രം പറയാം. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണം. യെശയ്യാപ്രവചനം 61-ാം അധ്യായം അതിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു വിഷയം. ദൈവം നമ്മുടെ അവരുടെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ എന്നാൽ അതിലുപരിയായിട്ട് കാണാൻ പഠിക്കണം. നമ്മൾ വരച്ചേക്കുന്ന എവിടെ പറയാം? ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു. എന്നാൽ അതിലുപരിയായി കർത്താവ് നമ്മളെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്തായിരിക്കുന്നു എന്ന് നിങ്ങൾ കാണാൻ പഠിക്കണം. നിങ്ങളുടെ കരത്തിലോട്ട് നോക്കി, വലത്തെ കരത്തിലോട്ട് നോക്കിയാണ് എന്തെങ്കിലും കാണാറുണ്ടോ? വര മാത്രം കാണാറുണ്ട്. കർത്താവ് വരത്തത് കാണാം. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ കരത്തിൽ ഒരു ഭംഗിയുള്ള ഒരു കിരീടമായിട്ടിരിക്കാൻ പോകും. എന്ന് പറയാണ്, ഞാൻ കർത്താവിന്റെ കരത്തിൽ ഒരു എന്തെങ്കിലും കൈയോട് വെച്ചിട്ട് പറയാം, കർത്താവിന് ഞാൻ കർത്താവിന്റെ കരത്തിൽ ഒരു ഭംഗിയുള്ള കിരീടം. കൈയോട് എന്തെങ്കിലും എടുത്തു, അടുത്ത കൈയോട് എന്തെങ്കിലും എടുത്തു, നിങ്ങളുടെ പുസ്തകമോ നിങ്ങളുടെ പേര എന്ന് തോന്നി പറ, ഞാൻ കർത്താവിന്റെ കയ്യിൽ ഒരു ഭംഗിയുള്ള ഒരു കിരീടം. ഇത് നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതി. ബാക്കി കാര്യം കർത്താവിനുള്ളൂ. ഇത് വായിച്ചേ ഭാഗം 62-ന്റെ 3. ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായി ഞാൻ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയാണ്. യഹോവയുടെ കയ്യിൽ ഭംഗിയുള്ള കിരീടവും ദൈവത്തിന്റെ കയ്യിൽ ഒരു സാധാരണ വ്യക്തിത്വമല്ല. ഇതാരെ പറഞ്ഞാൽ അറിയാമോ? ഭർത്താവുമല്ല പറഞ്ഞത്. അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചു. അത് 8-ാമത്തെ വാക്യം. നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. ഓ പ്രൈസ് ദി ലോർഡ്. നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല. ഹല്ലേലൂയ. നിനക്ക് ലഭിക്കേണ്ട നന്മ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ വിട്ടുകൊടുക്കേണ്ട കാര്യം നീ എന്റെ കരത്തിൽ ഒരു ഭംഗിയുള്ള ഒരു കിരീടമാണ്. അവന്റെ കയ്യിൽ നീ ഒരു രാജമുടിയാണ്. ഇനി വരച്ചതല്ല നോക്കേണ്ടത്, എന്താ നോക്കേണ്ടത്? നമ്മുടെ കയ്യില് ഒരു കിരീടമായിട്ട് കാണണം. പ്രൈസോട് കൈ വരച്ചിരിക്കുന്ന വര മാത്രമല്ല കാണുന്നത്. ഇപ്പൊ കയ്യിൽ ഇരിക്കാനെന്നറിയാമോ? ഞാനൊരു കിരീടമായിട്ടാണ് അവന്റെ കരത്തിൽ ഇരിക്കുന്നത്. കിരീടം ധരിച്ചിട്ട് രാജമുടിയായിട്ടിരിക്കുകയാണ്. പ്രൈസോട് ഹല്ലേലൂയ. പറഞ്ഞാൽ എന്റെ കയ്യിലുള്ളത് ഒന്ന് നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്കുള്ളത് ഒന്ന് നഷ്ടമാകുക സമ്മതിക്കത്തില്ല. നമ്മളൊക്കെ ഈ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ ആരെ കൊണ്ടുപോകുന്നത്? ആരെ കൊണ്ടുപോകുന്നത്? ഗവൺമെന്റ് കൊണ്ടുപോയി പിന്നെ വേണ്ടില്ല. ക്രെഡിറ്റ് കാർഡുകാരല്ലേ കൊണ്ടുപോകുന്നത്? അന്യജാതിക്കാരൻ ഈ അധ്വാനിച്ചുണ്ടാക്കിയതല്ല ആര് കൊണ്ടുപോവാ?
പറഞ്ഞാൽ ഞാൻ കർത്താവിന്റെ കയ്യിൽ രാജമണിയാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതൊന്നും ഇനി വേറൊരുത്തിന് കൊണ്ടുപോകും. ഞാൻ അധ്വാനിച്ചൊന്നും ആരും കൊണ്ടുപോകത്തില്ല, കൊണ്ടുപോകത്തില്ല. ക്രിസ്ത്യാനികൾ 28% ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകത്തില്ല. ദൈവവചനം വിശ്വസിക്കാൻ പഠിക്കണം. ദൈവവചനം വിശ്വസിക്കാൻ പഠിക്കണം. വളരെ സിമ്പിളാണ്. ഞാൻ അവന്റെ കയ്യിൽ ഒരു രാജമുടിയും, അവന്റെ കയ്യിൽ ഞാൻ ഒരു രാജമുടിയും, അവന്റെ കയ്യിൽ ഒരു ഭംഗിയുള്ള കിരീടവുമാണ്. ഞാൻ അധ്വാനിച്ചതൊന്നും ഇനി അന്യജാതിക്കാർ കൊണ്ടുപോകത്തില്ല എന്ന് ആരാ അറിഞ്ഞു ചെയ്യുന്നത്? പറഞ്ഞേ വായിച്ചേ. അന്യജാതിക്കാർ കുടിച്ചു കളയുകയില്ല എന്ന് യഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തു. എന്റെ ദൈവമേ, വലങ്കയും തന്റെ ഭുജവും തൊട്ട് ഇന്ന് ദൈവമക്കളുടെ എല്ലാം പ്രശ്നം എന്താണെന്നറിയാം. എന്തുകൊണ്ട് ഇവർ ഓടുന്നത്, അധ്വാനിക്കാൻ ഓടുന്നത് എന്താണെന്നറിയാം? വചനം പറയുന്നത് അനുസരിക്കുന്നില്ല, അതുകൊണ്ടാണ് പ്രശ്നം. കഥ പറഞ്ഞ മുമ്പേ അവരുടെ രാജ്യവും ഇവരെ എന്തിനു പറയാൻ ഓടുക? മക്കളെ, നിങ്ങൾ കുറച്ച് സ്വസ്ഥമായ പഠിക്കാം. ഈ ഓട്ടം ഒന്ന് നിർത്താം എന്നാ പിന്നെ വളരെ നേഷം. ഞാൻ എന്റെ ജീവിതം മുമ്പ് ഓടിയത്, ഓടി പിടിച്ചു കൂട്ടാനായിട്ട്, വാരി കൂട്ടാനായിട്ട് ഞാൻ ഓടി 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 കർത്താവ് പിടിച്ചാണ് നിർത്തി. പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോഴാണ് കർത്താവ് അവന്റെ വചനം എന്റെ നാവിൽ. അപ്പോഴാണ് മനസ്സിലായത് ഈ ഓടുന്നതിലല്ല കാര്യം, കർത്താവിനോട് കൂടി ഇരിക്കുന്നതാണ്. ദൈവങ്ങളെ, കടബാധ്യതയില്ലാതെ, ഭാരമില്ലാതെ, സങ്കടമില്ലാതെ, ദുഃഖമില്ലാതെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഈ വചനത്തിന്റെ മുന്നിൽ ഇരിക്കണം. വളരെ സിമ്പിളാണ്. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്യുകയും ഞാൻ അനുഭവിക്കുകയും ചെയ്ത വ്യക്തി, ഞാൻ പ്രസംഗിക്കുന്ന വ്യക്തി മാത്രമല്ല. പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും, പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും. ഇത് പ്രസംഗമല്ല, ഇത് അനുഭവമായ സ്വത്രം. ഞാൻ ഒന്നിനെ കുറിച്ച് വ്യാപനപ്പെടാറില്ല, ലോകത്തിലുള്ള ഒരു വിഷയത്തെ കുറിച്ച് വ്യാപനപ്പെടാറില്ല. കഥ പറഞ്ഞിരിക്കുന്നത് സകലതും എന്നെ പിന്തുടരും. രാത്രികൾ കാണാൻ പോകുന്നു. സ്വത്രം. ഇന്ന് പകൽക്കാലം സ്വത്രം. ഈ വചനത്തിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനം നിങ്ങളെല്ലാം പറയുന്നത് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്? എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ടിട്ടല്ലോ. എങ്ങനെയാണ് ശക്തി ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നത്? അനുഭവം, പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ബൈബിളിനകത്ത് പ്രസംഗിച്ച് കേട്ടുണ്ടോ? അത് നിങ്ങൾ കേൾക്കാൻ പോകും, നിങ്ങൾ അനുഭവിച്ച് കാണാൻ പോകും. ദൈവവചനം നമ്മൾ അനുഭവിക്കണം. ഇതിന്റെ മർമ്മം, ഇതിന്റെ രഹസ്യം അഥവാ ഇതിന്റെ റെവലേഷൻ നോളജ് നമുക്ക് ലഭിച്ചിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രയോജനമില്ല. ആദ്യമായിട്ട് സ്വത്രം. ഞാൻ ഇനി ഇവിടെ നിന്നും താഴെ നിങ്ങളായിരിക്കും സംസാരിക്കും, എന്നാലും നിങ്ങൾക്ക് ഇനി മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അവിടെ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിച്ചു. ശ്രദ്ധിച്ചു വായിച്ചു. ലേഖനം 4:12. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമധ്യങ്ങളെയും വേർപിടിപ്പിക്കും വരെ തുറച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഓക്കെ, മതി. എല്ലാവരും എന്നെ പുറത്തേക്ക് ഓക്കെ. അപ്പൊ നിങ്ങള് ഈ മാറ്റം ചെയ്യണം.
ഇത് ഏതായാലും ദൈവത്തിന്റെ വചനമാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇവിടെ ബൈബിള് ഇത് ദൈവത്തിന്റെ വചനം. ഇത് പിതാവും ഇത് പുത്രനുമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, ഇത് പിതാവും ഇത് പുത്രനുമാണെന്ന് ചിന്തിക്കുക. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മനസ്സിലാക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് അറിഞ്ഞിരിക്കണം. ഇത് ഒന്ന് പിതാവും ഒന്ന് പുത്രനും ഒന്ന് ദൈവ വചനവും. അപ്പൊ ഇനി ഇതിനകത്തിൽ 7 കാര്യങ്ങളാണ് നിങ്ങളിപ്പോ കേട്ടത്. ഒന്ന്, ദൈവത്തിന്റെ വചനം എന്തോ ഉള്ളതാ? പറയാതെ ദൈവത്തിന്റെ വചനം ഒന്ന്, ദൈവത്തിന്റെ വചനം എന്തുള്ളതാണ്? ജീവനുള്ളതാ. അപ്പൊ മരിച്ചത് അഥവാ ചത്തത് എന്തെങ്കിലും പ്രവർത്തിക്കും? അപ്പൊ ജീവനുള്ളതിന് പ്രവർത്തിക്കുവാനുള്ള എന്തുണ്ട്? അപ്പൊ ഈ വചനം ജീവൻ ഉള്ളതാണ്. പറഞ്ഞാൽ ഈ വചനം ജീവനുള്ളതാണ്. ഈ വചനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ വചനം ചൈതന്യമുള്ളതാണ്. ചിലരുടെ മുഖത്ത് നോക്കിയാൽ ഒരു ചൈതന്യമില്ലാത്തവരായി കണ്ടിട്ടല്ലേ? അടുത്തുണ്ടെങ്കിൽ ഈ വചനത്തിന് എന്തുകൊണ്ട്? ചൈതന്യമുണ്ട്. പിന്നെ മൂന്നാമതായി വചനത്തിനുള്ള വേറൊരു പ്രത്യേകത, ഇരുവായ്ത്തരമുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 വശത്തും മൂർച്ചയുള്ള വാളാണ്. അത് പ്രത്യേകത. 2 വശത്തും മൂർച്ചയുള്ള വാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്ന വാളാണ് ഈ വചനം. സ്തോത്രം. മൂർച്ചയുള്ളതാണ്. ഇനി നോക്കിയേ, ഇന്നത്തെ കാലത്ത് ഈ ഓപ്പറേഷൻ നടക്കുന്നത്, എന്റെ കാലിന് ഈ നീ സർജറി ചെയ്തപ്പോഴും അവര് കത്തുകൊണ്ടൊന്നാണ് നീ സർജറി ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാ? ലേസർ കൊണ്ട്. അപ്പൊ ലേസർ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും ഇന്ന് കണ്ടുപിടിച്ചു. അപ്പൊ കർത്താവ് ആദാമിന്റെ എല്ലെടുത്തത് എങ്ങനെയായിരിക്കും? കർത്താവ് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് മനസ്സിലായ കർത്താവ് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. ചിരി കണ്ടില്ലേ? ഇപ്പൊ കർത്താവിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇരുവായ്ത്തരമുള്ള വാളാണ് അവന്റെ വചനം. ഈ വചനത്തിന് നിനക്കൊരു ഓപ്പറേഷൻ നടത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇനി അടുത്തത് നമ്മൾ 4-ാമതായി കാണുന്നത്, ഈ ദൈവത്തിന്റെ വചനത്തിനകത്ത് പ്രാണനിൽ കിടക്കുന്നതാണ്. അല്ലാണ്ട് പ്രാണനിൽ കിടക്കുന്നതാണ് ഈ വചനം. പിന്നെ 5-ാമതായി എവിടെ കിടന്നതാണ്? ആത്മാവിനെ കണ്ടവരും ഉണ്ടോ? ആത്മാവിനെ എവിടെ ആയിരിക്കുന്നവരും അറിയാം. പ്രാണൻ എവിടെ ആയിരിക്കുന്നത് അറിയാം? നമ്മുടെ ഹാർട്ടിനകത്ത് അല്ലേ? അല്ലേ? നമ്മുടെ ജീവനിരിക്കുന്നത് അവിടെ. അപ്പൊ ഇനി ആത്മാവ് എവിടെ ഇരിക്കുന്നത്? അവിടെ എവിടെയാണ്? അപ്പൊ ആത്മാവിലും കിടക്കുന്നത്. അപ്പൊ ചെല്ലാൻ പറ്റാത്തതൊക്കെ കയറി ചെല്ലുന്നതാണ് ഈ വചനം. ഇതിന്റെ കാര്യം മനസ്സിലായി. ഇനി അടുത്ത നോക്കണം. സന്ധി എന്തുവാണ്? സന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ജോയിൻസ്. അപ്പൊ ജോയിൻസ് വേദന ഉള്ളിടത്തൊക്കെ ഇവൻ. അപ്പൊ ജോയിന്റ് അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാണ്ട് ജോയിന്റ് അകത്തൊക്കെ കയറി ചെല്ലുന്നതാണ് പറഞ്ഞാണ്. അപ്പൊ എവിടെല്ലാം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വേദനയൊക്കെ, നടുവിന് വേദനയൊക്കെ, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരൊക്കെ ഇന്ന് രാത്രി ചന്ദ്രനെ കാണിക്കുക. എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ പിള്ളേരുണ്ടെങ്കിൽ ഇതൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പൊ ഇവിടെ കൂടെ കാണിക്കാൻ അനുഭവം നടക്കുന്നു. എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്തവരൊക്കെ എഴുന്നേറ്റ് നടക്കുന്നു. ദൈവമക്കളെ, ഇത് എന്താ കാര്യം എന്നറിയാമോ? ഈ വചനത്തിനകത്ത് ഏത് സന്ധികളിലും കയറി ചെല്ലുന്നു. പിന്നെ മച്ചാണ് കയറി ചെല്ലുന്നത്. എന്താ മച്ച എവിടെ ഇരിക്കുന്നത്? അപ്പൊ അസ്ഥി കലത്ത് കയറി ചെല്ലുന്നതാണ്. എന്റെ അസ്ഥി കലത്ത് കയറി ചെല്ലുന്നതാണ് അല്ലേ? എന്റെ അസ്ഥിക്കകത്ത് കടന്നു ചെന്നിട്ട് എന്റെ ബോഡിനകത്തുള്ള ദ്വാരയെ വരെ ടച്ച് ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. സന്തോഷമുള്ള കരകളെ എടുത്ത് ദൈവത്തിന് 7-ാമതായി നമ്മൾ കാണുന്നത്, ഹൃദയത്തെ തലച്ചോറിനകത്ത ചിന്തനങ്ങളെയും ഭാവങ്ങളെയും ഒക്കെ ഇങ്ങനെ വിവേചിക്കുന്നതാണ്. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. അപ്പൊ ദൈവദാസന്മാർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ വിവേചിക്കാനുള്ള കാര്യമുണ്ടല്ലേ?
ഒരാളെ കാണുമ്പോ തന്നെ വിവേചിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ കൂടുതലായിട്ട് വന്ന് മകളെ മകളെ നിന്റെ ഞാൻ എങ്ങനെയാക്കുമെന്നൊന്നും പറയണ്ട. കാണുമ്പോ തന്നെ ദൈവദാസന്മാർക്ക് അറിയാം ഇന്ന പോലൊക്കെ. അപ്പൊ ദൈവത്തിന്റെ വചനം ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത് ആകുന്നു. അപ്പോ നമ്മൾ ചിന്തിച്ചു കൊള്ളണം. 7 കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. ഒന്ന്, ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലുള്ള വാളാണ്, അത് പ്രാണനിൽ കിടക്കുന്നതാണ്, ആത്മാവിൽ കിടക്കുന്നതാണ്, സത്യയും മറ്റകളിലും വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതാണ്. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന 7 കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഈ വചനത്തിന്റെ പവറാണ് ഇനി അറിയാൻ പോകുന്നത്. ഇത്രയും ശക്തിയൊക്കെ ഉണ്ടെന്നുള്ള വിവരം നമ്മൾ പുസ്തകത്തിനകത്ത് വായിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. പറഞ്ഞാട്ടെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ഈ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ഉളവായതൊന്നും ആരെ കൂടാതെ ഉളവായിട്ടില്ല, ഈ വചനത്തെ കൂടാതെ. ശ്രദ്ധിച്ചോളാം, ഒന്നുകൂടെ വായിച്ചേ. ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനം ആരോടുകൂടിയായിരുന്നു? ദൈവമാരാണ്, ദൈവം ആത്മാവ്. അപ്പൊ ആത്മാവുണ്ട്, പിതാവുണ്ട്, വചനമുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ഉണ്ടായിരുന്നു, ദൈവം ആയിരുന്നു. ഉളവായതൊന്നും അതിനെ മൂന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ട് മൂന്ന് സകലതും ആറ് മുഖാന്തരം ഉളവായി. നിങ്ങൾ നോക്കിയേ, സകലതും ഈ വചന മുഖാന്തരം ഉളവായി. അവനെ കൂടാതെ ഒന്നും, അപ്പൊ വചനം കൂടാതെ ഒന്നും. അപ്പോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ വല്ലതും നടക്കും. ഉളവാക്കിയതെല്ലാം ആര് മുഖാന്തരമാണ്. അപ്പൊ നമ്മൾ ആരോടെ പറയുന്ന പോലെ ചെയ്യണത് നിങ്ങൾ പോയി. അപ്പൊ ഉളവാക്കുന്നവരാരാ? ഇത്ര കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ ഇനി നോക്കിയേ. അപ്പൊ അതിന്റെ 14ാമത്തെ വാക്യം വായിച്ചു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പൊ ഈ വചനം എന്തായി തീർന്നു? അപ്പൊ ഇന്ന് ഈ വചനം എന്തായി തീരണം നമ്മുടെ ജഡത്തിൽ? അത് മൂർച്ചയുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായ്ത്തലുള്ള വാളാണ്, സത്യകളി മഞ്ഞകളി കിടത്തിയുള്ളതാണ്. അപ്പൊ ഇത് ജഡത്തിൽ പ്രവേശിക്കുവാൻ ശക്തി ഉള്ളത് ആണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് ജഡത്തിൽ പ്രവേശിക്കുവാൻ ശക്തിയുള്ളതാണ്. അപ്പോ ഇത് നോക്കണം. ഈ വചനം എന്തായി തീർന്നു? ജഡം ആയി തീർന്നു. പിന്നെ ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ. ഇപ്പൊ ഇവിടെ പറയുന്നത് അവന്റെ പേരെന്തോ? ഇമ്മാനുവേൽ. ഇമ്മാനുവേൽ. അപ്പൊ കൃപയും സത്യവും നിറഞ്ഞവരായി 2 3 പേര് എന്റെ നാമത്തിൽ കൂടുന്നു വരുന്നവരുടെ മധ്യേ ഞാൻ. അപ്പൊ കൃപയും സത്യവും നിറഞ്ഞവരായി ഇപ്പൊ ആരുടെ ഇടയിലുണ്ട്? അപ്പോ അടുത്തത് എന്നിട്ട് ഞങ്ങൾ അവന്റെ തേജസ്, ഏകജാതനായവന്റെ തേജസ് പിതാവായ ദൈവത്തിൽ നിന്ന് കണ്ടു. ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. യോഹന്നാൻ കണ്ടു, ആരുടെ തേജസ് കണ്ടു? ഈ വചനത്തിന്റെ തേജസ് കണ്ടു. അപ്പൊ നമ്മളും വചനത്തിന്റെ തേജസ് കാണണം. കാണുന്നുണ്ടോ? വചനത്തിന്റെ തേജസ് നെഞ്ചത്ത് കാണാൻ പറ്റിയാണ്. ഞാൻ വചനത്തിന്റെ തേജസ് കാണാൻ ഇനി നോക്കണം. ഇനി ഈ വചനം ഞാൻ ഒന്ന് തിരിച്ചു പറയാമോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വചനം എവിടെ ആയിരുന്നു പറഞ്ഞത്? ദൈവത്തോടു കൂടെ. അതല്ല നമ്മൾ കേട്ടതാണ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു വ്യത്യസ്തമായ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞിട്ട് ആദിയിൽ ഉണ്ടായിരുന്ന വചനം ജഡമായി തീർന്നു. അപ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന വചനം ജഡമായി തീർന്നു. പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്ന വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ഇപ്പൊ എവിടെയാ വചനം? കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ. അപ്പോ 14-ാമത്തെ വാക്യത്തിന് രണ്ടാമത്തെ സെക്ഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പൊ ദൈവത്തോടു കൂടിയായിരുന്ന വചനം കൃപയും സത്യം നിറഞ്ഞവരായി ഇപ്പൊ നമ്മുടെ ഇടയിൽ പാർക്കുന്നു. പറഞ്ഞേട്ടാ, കൃപയും സത്യം നിറഞ്ഞവരായി എന്റെ ഇടയിലാണ് പാർക്കുന്നത്. നമ്മുടെ കുടുംബത്തിലാണ് പാർക്കുന്നത്, നമ്മുടെ സഭയിലാണ് പാർക്കുന്നത്, നമ്മുടെ ദേശത്താണ് പാർക്കുന്നത്. അപ്പൊ ഇത് ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ ആരുടെ കൂടെയാണ്? നമ്മുടെ കൂടെയാണ്. എന്നിട്ട് ഇനിയും അടുത്ത എന്താണെന്ന് നോക്കിയേ, വചനം അല്ല, മൂന്നാമത്തത് വചനം ദൈവം ആയിരുന്നു. വചനം ദൈവമായിരുന്നു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ യോഹന്നാൻ കണ്ട തേജസ് ഇനി നമ്മൾ കാണണം. അല്ലേ? ദൈവത്തോടു കൂടിയായിരുന്ന തേജസ് നമ്മൾ കാണണം. ഇവര് കണ്ടു. എപ്പോഴാണ്? മറുരൂപമാരെ ചെന്നപ്പോ കണ്ടു. ഇത് ഞാൻ കണ്ടു. എപ്പോഴാണെന്നറിയാമോ? ഞാൻ രക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ. ഞാൻ വാസ്തവത്തിൽ എന്റെ പാവങ്ങൾ മുഴുവൻ കഴുകി കളഞ്ഞ് ഒരു വെള്ളക്കടലാസ് പോലെ എന്റെ ഹൃദയം ആയിത്തീരുന്നത് ഞാൻ കണ്ടു. പിന്നീട് എന്നോട് ആരെങ്കിലും പറയാണ് പാവം ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി ഇരുന്നപ്പോ ഒരാൾ പറഞ്ഞു, ഇവര് ഒരു മീറ്റിംഗ് എന്താണ് കാത്തിരിപ്പ് യോഗം നടത്തി. അപ്പൊ ഞാനും കാത്തിരിപ്പ് യോഗത്തിന് ഇരിക്കുകയായിരുന്നു. ഒരാൾ എഴുതി സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഏതോ ഒരു വർഷം ഒരു ഹോട്ടൽ മുറി ഇരുന്നായിരുന്നു ഞാൻ കർത്താവിനെ രക്ഷിതാവിനെ സ്വീകരിച്ചത്. പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി കാത്തിരിപ്പ് യോഗത്തിന് ഇരുന്നപ്പോ 5 വയസ്സുള്ളപ്പോ വെള്ളം നിക്കറിട്ടുകൊണ്ട് വള്ളി നിക്കറിട്ടുകൊണ്ട് നടന്നപ്പോ അപ്പച്ചന്റെ വീട്ടിൽ 5 വയസ്സ് ഓട്ടിച്ചത് കർത്താവിന്റെ ആത്മാവ് കാണിച്ചു തന്നു. അപ്പൊ ആ കർത്താവ് ശരിയാണോ തെറ്റാണ്? ശരിയാ. അപ്പൊ കർത്താവ് എന്റെ പാവങ്ങളെ വാങ്ങിച്ചു കളഞ്ഞതോ അത് തെറ്റാ. അപ്പൊ അത് ശരിയാ, ഇത് ശരിയാന്ന് എങ്ങനെയാകുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ സകല പാവങ്ങളെയും അന്ന് മുതൽ വരെ ഉള്ള പാവങ്ങളെ മുഴുവൻ കർത്താവ് എന്ത് ചെയ്തു? വായിച്ചു കളഞ്ഞു. ഇനി നിങ്ങളുടെ അകൃത്യങ്ങളെയും പാവങ്ങളെ ഇനി ഞാൻ ഓർക്കയില്ല. നിന്റെ പാവങ്ങളെ എന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. പിന്നെ എറിഞ്ഞു കളഞ്ഞ പിന്നെ പാവം എങ്ങനെ ഓർമ്മ വന്നേ? ഓർമ്മിപ്പിക്കുമോ? ഇല്ല. അപ്പോ അത് കർത്താവ് ഓർക്കുന്നില്ല എന്നാണ് നമ്മൾ അത് ഓർക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പാവങ്ങളെ മുഴുവൻ കർത്താവ് എന്ത് ചെയ്തു? വായിച്ചു കളഞ്ഞു. ദൈവമക്കളെ നമ്മളത് അറിഞ്ഞിരിക്കാൻ പഠിക്കണം. അതിനുശേഷം വല്ലതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നത്. ഇപ്പോൾ സ്തോത്രം, നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ മഹത്വം നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഗ്ലോറി നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു. സ്തോത്രം, നിങ്ങൾ ഗ്ലോറി കണ്ടിട്ടുണ്ടോ? എങ്ങനെ കണ്ടേക്കുന്നത്? എങ്ങനെയായിട്ട് ഇരിക്കുന്നത്? ഗ്ലോറി, ദൈവത്തിന്റെ ഗ്ലോറി എങ്ങനെ ഇരിക്കും കാണാൻ? ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ഗ്ലോറി. സ്തോത്രം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം. ഓക്കെ, ഇനി നോക്കിയേ, എവിടെ വെച്ചാ പറഞ്ഞത്? അവിടെ വല്ലോ വലിയ തേജസ് വല്ലതും വന്ന് ഇറങ്ങി കണ്ടോ? പിന്നെ എന്താ പറഞ്ഞത്? അല്ല, വേറെ വല്ലതും ഉണ്ടായിരുന്നു? അവിടെ ഒരു മേഘമോ അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റോ വല്ലതും ഉണ്ടായോ? ഇല്ല. അവിടെ എന്താ മാത്രം ഉണ്ടായിരുന്നു? അപ്പൊ മഹത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നമ്മൾ കാണുന്ന കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒന്ന് ആണ്. അപ്പൊ ഭൂമിയിൽ നമ്മുടെ ഈ നഗ്ന നേത്രങ്ങളാൽ കാണാൻ പറ്റുന്ന ഒന്നാണ് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഗ്ലോറി. ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ മഹത്വം
നമ്മളെല്ലാം ധരിച്ചു വെച്ചിരുന്നത്, ഞാനും ധരിച്ചു വെച്ചിരുന്നത് ഏതോ വലിയ അത്ഭുത ശക്തിയും ഒരു വലിയ വെളിച്ചവും വലിയ പ്രകാശവും ഏതൊക്കെയോ ആണെന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഗ്ലോറി അങ്ങനെയല്ല ഇന്ന് മനുഷ്യരുടെ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. യെശയ്യാപ്രവചനം 40 വായിച്ചു. അപ്പം സകല ജഡവും കാണുമെന്ന് പറഞ്ഞെങ്കിൽ അപ്പൊ ദൈവമക്കൾ മാത്രം കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആണോ? അല്ല. അപ്പൊ സകല ജഡത്തിനും സകല മനുഷ്യർക്കും കാണാൻ പറ്റുന്നതാണ് എന്തിന്റെ മുഖത്ത്? ആരുടെ മുഖത്തും. അപ്പൊ ഏത് കണ്ടുകൊണ്ടാണ് കാണുന്നത്? കാണാൻ പറ്റുന്നത്. വളരെ സിമ്പിളാണ് തിരുവചനം. വളരെ സിമ്പിൾ. ഇപ്പൊ സിമ്പിൾ അല്ലേ? വളരെ അതുകൊണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും ആക്കി. ഇനി നോക്കിക്കോട്ടെ, ഈ മഹത്വം എല്ലാം പറയണം. മഹത്വം എല്ലാം പറയണം. ഗ്ലോറി കാണാൻ പറ്റുന്ന ഒന്ന്. അനുഗ്രഹമോ? അനുഗ്രഹം കാണാനും പറ്റത്തില്ല. കാണാൻ പറ്റുന്ന ഒന്നല്ല അനുഗ്രഹം. നമ്മളെ ആയിരിക്കും അയ്യോ അവന്റെ വീട് കണ്ടോ ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവം അവനെ അനുഗ്രഹിച്ചതാ. അവന്റെ കാറ് കണ്ടോ ദൈവം അവനെ അനുഗ്രഹിച്ചല്ലോ. അത് അനുഗ്രഹമല്ല, ദൈവത്തിന്റെ മഹത്വമാണ്. എന്നാൽ അനുഗ്രഹം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കാണിച്ചേ കൊച്ചു മോളാക്കി വന്നേ പോലെ ഇങ്ങോട്ട് ഇത് യാക്കോബാന്നിരിക്കട്ടെ കേട്ടോ. യാക്കോബ് അനുഗ്രഹം പ്രാപിച്ചിട്ട് ആരെയും അനുഗ്രഹം വാങ്ങിച്ചത്? യാക്കോബ്. അപ്പനെ അനുഗ്രഹം വാങ്ങിച്ചല്ലേ? അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് അനുഗ്രഹമൊക്കെ പ്രാപിച്ചിട്ട് യാക്കോബ് ഇങ്ങനെ വടി പിടിച്ച് സ്വല്പം നടന്നു അനുഗ്രഹം പ്രാപിച്ചിട്ട് വടിയും പിടിച്ച് പോവാ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് എന്തോ പറയും? വടിയും പിടിച്ച് കാട്ടിലോട്ട് പോവാ. മുൻപ് വടിയും പിടിച്ച് പോവാ. അനുഗ്രഹം പ്രാപിച്ചോനാ. നിങ്ങൾ പറയുമോ? ആരെങ്കിലും പറയുമോ? ഇല്ലയോ? പറയുമോ? ദേവദാസൻ അപ്പനെ എന്താ വാങ്ങിച്ചാലും പോവാ. യേശാവോ? ആ വീടിന്റെ മുഴുവൻ പുരയിടമുണ്ട്, വീടുണ്ട്, മുതലുണ്ട്, എല്ലാം ഉണ്ട്. അവനാണോ അനുഗ്രഹിക്കപ്പെട്ടവൻ? ഈ വടിയും പിടിച്ച് കാട്ടോട്ട് പോകുന്നതാണോ അനുഗ്രഹിക്കപ്പെട്ടവൻ? ആരനുഗ്രഹിക്കപ്പെട്ടവൻ? അത് നമുക്കറിയാവുന്നത് കൊണ്ട് പറയുമോ? വടിയും പിടിച്ച് ഒന്നുമില്ലാത്തവനായി പോകുന്നവരെ കണ്ടിട്ട് അയ്യോ ഇവരെ പോലെ അനുഗ്രഹിക്കപ്പെട്ട വേറെ ആരുണ്ട് എന്ന് നിങ്ങൾ പറയുമോ? അമ്മേ? അപ്പൊ അനുഗ്രഹം കാണാൻ പറ്റുന്ന ഒന്നാണോ? കാണാൻ പറ്റുന്ന ഒന്നാണോ? അല്ല. പിന്നെ എന്തോ കാണാൻ പറ്റുന്നത്? അനുഗ്രഹം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്ന ഒന്ന് അല്ല. കാണാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ഇതാണ് അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേർഡ്. ഇറ്റ്സ് എ വേർഡ്. വേർഡ് സ്പീക്ക്. നമ്മൾ പറയുന്ന വചനങ്ങളാണ്, വാക്കുകളാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമ്മൾ അനുഗ്രഹം പ്രസ്താവിക്കണം. നമ്മുടെ തലമുറ മേൽ നമ്മുടെ അനുഗ്രഹത്തെ പറയണം. നമ്മുടെ സഭ മേൽ നമ്മൾ അനുഗ്രഹത്തെ പറയണം. നമ്മുടെ മറ്റുള്ള ഏത് വിഷയത്തിന്മേലും ജോലി മേൽ. ഞങ്ങൾക്ക് എന്നോട് ഒരാൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനിവര് ഒരു കമ്പനിയിലും ജോലി ചെയ്യത്തില്ല. 6 മാസം ജോലി ചെയ്തു. ഭാര്യ പറഞ്ഞു അച്ഛാ എങ്ങും ജോലി ചെയ്യത്തില്ല. അച്ഛൻ പിടിച്ചോട് ജോലി കൊടുക്കാൻ പറഞ്ഞു. കുടിച്ചോട് വന്നു. 6 മാസം ആകുന്ന വരുമ്പോ പുള്ളി ഒന്ന് ബഹളം ഉണ്ടാക്കി എങ്ങനെയും പോകണമെന്ന് കണ്ട് ഒടി ഞങ്ങളെല്ലാം ഇവിടെ പിടിച്ച് തീർച്ചു. ഒരു 10 വർഷം ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു ജോലി ചെയ്ത് ഒന്നിച്ച് കമ്പനി കൂട്ടിപ്പോയി ഞങ്ങളെ ഒന്നിച്ചിറങ്ങി പോരുകയും ചെയ്തു. അപ്പൊ കുറച്ച് കൂടുതൽ ജോലി വന്നു കഴിഞ്ഞു. പക്ഷേ ഭയങ്കരമാണ്. എനിക്കുള്ള ജോലി എല്ലാം വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഇടയ്ക്ക് നീ ഇതൊന്നും പറയാതിരിക്കുക. ഇത് ഉള്ളത് കൊണ്ട് തന്നെയോ നമുക്ക്
നമുക്ക് ജോലി ഇവിടെ ഉള്ളത്. പറഞ്ഞു 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 കമ്പനിയൊക്കെ അതുവരെ ഇദ്ദേഹം എന്ത് ചെയ്തു? പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ നശിപ്പിച്ചു അല്ലേ? അപ്പൊ അത് നമുക്കറിയാം അല്ലേ? അപ്പൊ അനുഗ്രഹം എന്ന് പറയുന്നത് വാക്കുകളാണ്. അനുഗ്രഹം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ പറയുന്നതാണ് അനുഗ്രഹം. അത് കാണാൻ പറ്റുന്ന ഒന്ന് ഇങ്ങനെ വരും. നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. കേട്ടോ? കേട്ടോ? അനുഗ്രഹം കാണാൻ പറ്റുന്ന ഒന്നാണോ? സത്യം പറ, കണ്ട ആണോ അല്ലയോ? അനുഗ്രഹം കാണാൻ പറ്റുന്നതാണോ? അപ്പൊ പിന്നെ അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ദൈവത്തെ വിളിക്കാത്തവരെയൊക്കെ വീടും വീടും ഒക്കെ കണ്ടു കഴിയുമ്പോൾ അവരെത്ര കർത്തവനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പറഞ്ഞാൽ മതിയോ? ദൈവ അനുഗ്രഹം നമ്മള് കാണാൻ പറ്റുന്നതല്ല, അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. അതാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് കാണാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നല്ലേ? അപ്പൊ കാണാൻ പറ്റുന്നതാണ്, അത് പിടിച്ചു വാങ്ങണം. അനുഗ്രഹത്തെ പിടിച്ചു വാങ്ങണം. അതുകൊണ്ടാണ് യാക്കോബ് അനുഗ്രഹത്തെ എന്ത് പിടിച്ച് വാങ്ങിച്ചത്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അനുഗ്രഹം പ്രാപിച്ചോ? എന്തായാലും കാണാൻ പറ്റുമോ? ഇപ്പൊ വടക്കം ഇങ്ങനെ നടക്കണം. അനുഗ്രഹം പ്രാപിച്ചോണ്ട് പോവാ. എന്തോ അനുഗ്രഹം പ്രാപിച്ചോണ്ട് വരുന്നു. ഇപ്പൊ യാക്കോബല്ല, ഇപ്പൊ ഇസ്രായേലായിട്ട്. അപ്പൊ അനുഗ്രഹം കാണാൻ പറ്റുന്ന ഒന്ന് അല്ല. നമ്മുടെ ചിന്താഗതികൾക്ക് വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് ദൈവിക അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നത്. മഹത്വം എന്നാൽ കാണാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഗ്ലോറി നമ്മൾ കാണണം. സ്വത്രം. അപ്പൊ ഇന്ന് ദൈവത്തിന്റെ ഗ്ലോറി കാണാൻ പോവുകയാണ്. അതുവരെ ലൈറ്റിംഗ് ഒന്നുമല്ല, തണ്ടർസ്റ്റോം പോലൊന്നുമല്ല വരുന്നത്, അത് പ്രകാശമല്ല വരുന്നത്. അത് നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ അനുഭവിച്ചറിയണം. അത് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. ഇനിയും എബ്രായ ലേഖനത്തിനകത്ത് 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അപ്പൊ ഈ ലോകം മുഴുവനും എങ്ങനെയാ നിർമ്മിക്കപ്പെട്ടേക്കുന്നത്? ഇത് ഈ ദൃശ്യമായതൊന്നും ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം അല്ലെ? ഇനി യേശു ഭൂമിയിൽ നടക്കുന്നു, അത്ഭുതങ്ങൾ കാണിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. പലരും യേശുവിനെ പിടിച്ചു കൊല്ലാനായിട്ട് ശ്രമിച്ചു, രാജാവാക്കാനായിട്ട് ശ്രമിച്ചു. യേശുവിനെ പിടിക്കാൻ ആരെങ്കിലും പറ്റിയോ? പറ്റിയില്ല. ഒരു പ്രാവശ്യം യേശു ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ തന്നെ യേശുവിനെ എന്താ ചെയ്യാൻ ശ്രമിച്ചത്? ആദ്യത്തെ പ്രസംഗത്തിന് യേശുവിനെ എന്താ ചെയ്യാൻ ശ്രമിച്ചു? അല്ല, അത് എങ്ങനെയാ കൊല്ലാൻ ശ്രമിച്ചെന്നറിയാമോ? വെളിയിൽ താഴോട്ടിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചത്. യേശു എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ കൂടെ ഒഴിഞ്ഞു മാറിയില്ല. അവരുടെ ഇടയിൽ കൂടെ നടന്ന ആ കൊല്ലം പിടിക്കാൻ പറ്റുമോ? ആർക്കും പിടിക്കാൻ പറ്റും. അപ്പൊ പിന്നെ യേശു എന്ത് ചെയ്യണമായിരുന്നു? തന്നെത്താൻ ഏൽപ്പിച്ച് കൊടുക്കണമായിരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? യേശു കംപ്ലീറ്റ് മനുഷ്യൻ, കംപ്ലീറ്റ് മാൻ ആൻഡ് കംപ്ലീറ്റ് ഗോഡ് ആയിരുന്നു അല്ലെ? അപ്പൊ ദൈവം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കുന്ന യേശുവിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് ദൈവത്തെ എവിടെ പറയണം? മാറ്റണം. കംപ്ലീറ്റ് മനുഷ്യനായിട്ട് മാറണം. യേശുവിനെ അവർക്ക് ക്രൂശിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്വം അവനിൽ ഇല്ലാതെ ആകണം. ദൈവത്വം ഇല്ലാതായെങ്കിൽ മാത്രമേ ദൈവത്തിന് അവന്റെ മേൽ പാപം ചുമത്തുവാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ മേൽ പാപം ചുമത്താൻ പറ്റുമോ? അപ്പൊ പിതാവായ ദൈവം പുത്രന്റെ മേൽ പാപം ചുമത്തി അവൻ നമുക്ക് വേണ്ടി പാപമായി മാറണമെന്നുണ്ടെങ്കിൽ അവൻ ആരായി മാറണം?
ഇതിനെന്തോ ചെയ്യണം? ദൈവത്വം, ഒരു മനുഷ്യന് ദൈവത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ദൈവത്വം മാറ്റി പോകണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? വിട്ടുകൊടുക്കണം, വിട്ടുകളയണം, അത് റിനൗൺസ് ചെയ്യണം, ആ ദൈവത്തെ വിട്ടുകൊടുക്കണം. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇനി നോക്കിയേ, യേശു ഗത്സമനയിൽ വെച്ചൊരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിനകത്ത് യേശുവിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഒന്ന് മുതൽ വായിച്ചു. പിതാവേ, നാഴിക വന്നിരിക്കുന്നു, അപ്പോ ഇംഗ്ലീഷ് വായിച്ച പോലെ. These words spake Jesus, and lifted up his eyes to heaven, and said, Father, the hour is come. Glorify thy Son, that thy Son also may glorify thee. Okay. അപ്പോ പിതാവേ, നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണേ, ഗ്ലോറിഫൈ ചെയ്യണം, നിന്നെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതിന്. Next way. Next way. Do. As thou hast given him power over all flesh, that he should give eternal life to as many as thou hast given him. And this is life eternal, that they might know thee, the only true God, and Jesus Christ, whom thou hast sent. I have glorified thee on the earth. I have finished the work which thou gavest me to do. നാലാമത്തെ വാക്യം മലയാളത്തിൽ വായിച്ചു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് യേശു കർത്താവ് ഭൂമിയിൽ? അവിടെ ലൈറ്റ് കാണിച്ചോ, അതോ പ്രകാശം കാണിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പുക കാണിച്ചോ, എന്ത് കാണിച്ചു? അപ്പൊ കുരുടരെ സൗഖ്യമാക്കി. അവിടെ വല്ല പ്രകാശം ഉണ്ടായോ? പ്രകാശം ഉണ്ടായി. അവിടെ വല്ല ലൈറ്റിംഗ് ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. അപ്പൊ നീ അവിടെ കാനാവിൽ ചെന്നിട്ട് വെള്ളം എന്ത് ചെയ്തു? വീഞ്ഞാക്കി. അവിടെ വല്ല വേറെ വല്ലതും നടന്നോ? പ്രകാശം വല്ലതും ഉണ്ടായോ? ഒന്നുമില്ല. അപ്പൊ മനുഷ്യന് കാണാൻ പറ്റിയതായിരുന്നോ? രുചിച്ചറിയാൻ പറ്റിയതായിരുന്നു അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ച് നിന്നെ ഞാൻ ഭൂമിയിൽ മഹത്വപ്പെടുത്തി. അപ്പൊ നമ്മളെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാ? നമ്മളെങ്ങനെയാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? കർത്താവ്, സകല മഹത്വം ഞാൻ നിനക്ക് തരുന്നത്, സകല മഹത്വം ഞാൻ നിനക്ക് തരുന്നത് എന്ന് പറയുന്നതാണോ മഹത്വം? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുമ്പോ ആര് മഹത്വപ്പെടും? ഇപ്പൊ ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ മോന് ഞാനൊരു കാര്യം പറഞ്ഞു, മോനെ ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എല്ലാം പറഞ്ഞു. അവനത് ചെയ്യുന്നു. പിന്നെ ഇനി ആരാ കാണുന്നത് അവൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ? നാട്ടുകാർ കണ്ടേച്ചു മോനെ, എന്തോ മോനച്ഛൻ്റെ മോനല്ലയോ, അത് സാംസൺ അല്ലയോ? എന്റെ മോന്റെ പേര് സാംസൺ. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന ആളുടെ പേരിലെന്നറിയോ? ഇപ്പൊ ആരാ മഹത്വം പഠിക്കുന്നത്? എന്റെ ഉള്ളിൽ ആരിൽക്കൂടി അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ നല്ല പ്രവൃത്തി ചെയ്തോണ്ട് നാട്ടുകാർ പറയുന്നോണ്ട് ആർക്കാ മാനം? മാതാപിതാക്കൾക്ക് അല്ലേ? കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങൾ കെട്ട പ്രവൃത്തി ചെയ്താലോ ആർക്കാ കുഴപ്പം? അപ്പൊ ആ നല്ല പ്രവൃത്തി ചെയ്യുമ്പോ മഹത്വം ആർക്കാ കിട്ടുന്നത്? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്താൽ ആർക്ക് മഹത്വം പോകും? കർത്താവേ മഹത്വം തരുന്നത്, മഹത്വം തരുന്നത്, മഹത്വം തരുന്നത് വാഴോട് പറഞ്ഞാൽ മതിയോ? അപ്പൊ രോഗികളെ കൈവെക്കുക, സൗഖ്യമാക്കുക ആരുടെ ജോലിയാ? ജോലിയാണ്. അങ്ങനെ ആരാ മഹത്വം എടുക്കുന്നത്? ഓ എന്റെ മോൻ കണ്ടോ പോയിട്ട് രോഗികളെ സൗഖ്യമാക്കി കർത്താവിനെ മഹത്വം എടുത്തോണ്ടിരിക്കുകയാണ്. എന്റെ പ്രവൃത്തി ഞാൻ പറഞ്ഞതുപോലെ എന്റെ കുഞ്ഞ് ചെയ്യുന്നു, ചെയ്യാതിരുന്നാലും നല്ലതാണ്. അപ്പൊ വ്യാജപടി പറയാ മോനോട് പറഞ്ഞു, സാന്ത്വൻ can you fix that computer? Okay. Now computer വന്നിട്ട് പപ്പാ come over here, fix the computer, fix the computer. ഇപ്പൊ ഞാൻ സന്തോഷം വന്നു.
ഇപ്പൊ ഏതാ സത്യം ഏതാ ശരി എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, നിങ്ങൾ അവന്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നേ? രാജമുടി താങ്ങിയുള്ള കിരീടം അല്ലേ? അത് അവന്റെ വലക്കൈ കൊണ്ട് ഭുജം തൊട്ട് സത്യം ചെയ്തിരിക്കുക. അപ്പം നമ്മുടെ ജോലിയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് അല്ലേ? പറഞ്ഞാൽ ഞാൻ ഈ കർത്താവിന്റെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞു. അതിനായിട്ട് വിളിച്ചിരിക്കുന്നു. ഇനി കർത്താവിന്റെ ആലോചന ചോദിക്കാനൊന്നും പോകണ്ട. കർത്താവ് അത് നിന്റെ ഹിതമാണോ, ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നത് നിന്റെ ഹിതമാണോ എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. അവിടെ പോയി ചെയ്യുക എന്നുള്ളത് നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന ആധാരസാധന. പലരും പറയാം, ഇനി ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ദൈവഹിതമാണോ കർത്താവ് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പപ്പ പിടിച്ചോ പേര് കൂടെ കൊടുക്കാൻ. അപ്പൊ കർത്താവിന്റെ വിധം എന്തുവാ? നമ്മൾ പോയി പ്രവർത്തിക്കുക. അപ്പൊ സുവിശേഷം പറയുന്നത് കർത്താവിന്റെ വിധം അല്ലേ? അപ്പൊ കർത്താവിന്റെ ഗ്ലോറി. അപ്പൊ കർത്താവിന്റെ ഗ്ലോറി ആണ്. ഇവിടെ 4 പേര് വരുന്ന കർത്താവിന്റെ മൊത്തം വെളിപ്പെടും അല്ലേ? നിങ്ങൾ അവിടെ ഇവിടെ പോയി 4 പേരെ പിടിച്ചോണ്ട് വരുന്ന കർത്താവിന്റെ നാമം ഭക്തപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലേ? നിങ്ങൾ രോഗിയെ തൊട്ട് സൗഖ്യമാക്കിയാൽ കർത്താവിന്റെ നാമം. ഇപ്പൊ ഇത്ര കാര്യം മനസ്സിലായി. ഓക്കെ, ഇത് നമ്മള് ശരിയായിട്ടുള്ള മാറ്റം കിടക്കാൻ പോകണം. ഇനിയും യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്നും വായിച്ചു. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി യെദ്രോൻ തോട്ടിനരെ അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരുടെ കൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദയും ആ സ്ഥലം അറിഞ്ഞിരുന്നു. അങ്ങനെ യൂദ പട്ടണത്തെ മഹാപുരോഹിതന്മാരും പരീശന്മാരുമായിട്ട് സേവകരെയും കൂട്ടിക്കൊണ്ട് ഈപ്പട്ടി ബന്ധങ്ങളും ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞു പുറത്ത് ചെന്നു. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസ്രയനായ യേശുവിനെ എന്നവർ ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദയും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. യേശു പറഞ്ഞു അവൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോ തന്നെ ഇവന്മാർ എന്താ ചെയ്തു? അപ്പൊ ആ വീണവന്മാർ കയറി പിടിക്കാൻ പറ്റുമോ കർത്താവിനെ? കർത്താവിന്റെ മേൽ കർത്താവിന്റെ അഥവാ ദൈവത്വം മുഴുവനും ഉണ്ടായിരുന്നു എങ്കിൽ ഇവർക്ക് യേശുവിനെ പിടിക്കാൻ പറ്റുമോ? അപ്പൊ ദൈവത്വം മുഴുവനും ദൈവത്തിന്റെ അടുക്കൽ വിട്ടു കഴിഞ്ഞപ്പോ ഇപ്പോൾ അവനെ ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ അവര് വീണു അല്ലെ? ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ അവനെന്ത് ചെയ്തു? ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം, ഞാന് പലരെ ശുശ്രൂഷിക്കുന്നുണ്ട്, പലരും താഴെ വീഴാറുണ്ട്. എങ്ങനെ വീഴുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവര് യേശു പറഞ്ഞു ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു? നിലത്ത് വീണു. ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ വീണു വീണു. പിന്നെ എഴുന്നേറ്റു കേട്ടോ, വായിച്ചു. പിന്നെ എഴുന്നേറ്റു വായിച്ചു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ ആകുന്നു തിരയുന്നത് എങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. നീ എനിക്ക് തന്നവരിൽ മതി. എന്നിട്ട് എന്തോ ചെയ്തു? രണ്ടാമത് വീണോ? ഇല്ല. പിന്നെ എന്തോ ചെയ്തു? ഇവർ പോയി രണ്ടാമത് വീണോ? വീണില്ല. രണ്ടാമത് ഇവരെന്ത് ചെയ്തു? യേശുവിനെ പിടിച്ചു. അപ്പൊ യേശുവിനെ പിടിച്ചു, അടിച്ചു, തുപ്പി, ശകലകളെ ബന്ധിച്ചു. യേശുവിനെ 5 കോർട്ടുകളിൽ കൊണ്ടുപോയി ഇത് ചെയ്തു. വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. എങ്കിൽ യേശുവിന്റെ ദൈവത്വം ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. യേശുവിന്റെ മേൽ സകല പാപവും പിതാവ് ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ ദൈവത്വം
ഉണ്ടായിരിക്കണം. ഉണ്ടാക്കി പറ്റുമോ? ഇല്ല. അപ്പൊ ദൈവത്തെ മുഴുവൻ ഇവിടെ പോകണം, തിരിച്ച് അങ്ങ് പോകണം. അതെങ്ങോട്ടാ പോയത്? അതൊക്കെ എങ്ങോട്ടാ പോയത്? അതാ നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ഗ്ലോറിയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവം ആയിരുന്നു, ദൈവം ആത്മാവ് ആകുന്നു. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. അപ്പൊ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ നടക്കുന്നു. അല്ലെ? ഞങ്ങൾ അവരുടെ തേജസ് പിതാവിൽ നിന്ന് ഞങ്ങൾ കണ്ടു. ഇപ്പൊ നമ്മൾ ആ തേജസ് കാണാൻ പോവുകയാണ്. ഇത് നോക്കണം. ഇനിയത്തെ പാട്ടാണ് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചതിന് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളൂ. വളരെ കെയർഫുള്ളായി ശ്രദ്ധിച്ചു കൊള്ളണം. അത്താഴദാസം വായിക്കണം. ആരെങ്കിലും ദേവദാസന്മാർ വായിക്കണം. ഇവര് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയാൽ മതി. എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ഇപ്പോൾ പിതാവേ. ഇപ്പൊ യേശു പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ പിതാവേ. 17:5. ശ്രദ്ധ. എല്ലാവരും ബൈബിള് നോക്കരുത്. എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കി. കർത്താദാസം വായിക്കും. ഇപ്പോൾ പിതാവേ, ലോകം എന്തുവരാൻ ഉളവായി? വചനത്താൽ. അവർ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഈ വചനം? ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് വചനം എവിടെയായിരുന്നു? ആരോടുകൂടിയായിരുന്നു? വചനം ദൈവം. വചനം ദൈവം ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. ഇപ്പൊ മഹത്വം എവിടെ പോയി? അപ്പൊ ദൈവത്തിന്റെ യേശുവിന്റെ മേലുള്ള ശക്തി മുഴുവനും ഇപ്പൊ എവിടെ വന്നു? തിരിച്ച്. ഇപ്പോൾ പിതാവ്, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ മനുഷ്യനായിരുന്നവരിൽ ഉണ്ടായിരുന്ന മഹത്വം, ഗ്ലോറി മുഴുവനും, glorify me in the glory where I have it before. അപ്പോൾ ഈ ഗ്ലോറി മുഴുവനും, അവന്റെ മേൽ ഉണ്ടായിരുന്ന ഗ്ലോറി മുഴുവനും ഈവിലേക്ക് വന്നപ്പോൾ ഇപ്പൊ എവിടെയാ മഹത്വം ഇരിക്കുന്നത്? ഇപ്പൊ മഹത്വം മുഴുവൻ ആടയിലിരിക്കുന്നത്. ഈ മഹത്വം മുഴുവൻ ആടയിലിരിക്കുന്നത്. മഹത്വം കണ്ടോ നിങ്ങൾ? കാണില്ല. പലർക്കും മനസ്സിലായിട്ടില്ല. ഒന്നുകൂടെ വായിച്ച മോളെ, ഇംഗ്ലീഷ് വായിച്ച മോളെ. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇംഗ്ലീഷ് വായിച്ചു. 17:5. And now, O Father, look at me over here. Father പ്രാർത്ഥിക്കുകയാണ്. Now, O Father, glorify thou me with thine own self, with the glory which I had with thee, which glory I have with thee. Our glory എവിടെയായിരുന്നു? That glory was with him in the word. That glory was with the word. And now he is saying, now glorify me where the glory which I was before. ഇപ്പൊ ഈ ഗ്ലോറി എവിടെ തിരിച്ചുപോയി? അപ്പൊ എന്നിട്ട് ആ ഗ്ലോറി കൊടുത്തതിന് ശേഷം ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ ഇവര് തിരിച്ചു താഴെ വീണു. അപ്പോൾ അവന്റെ ഫുൾ ഗ്ലോറി ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അപ്പൊ മനുഷ്യനായി മാറിയപ്പോഴായിരുന്നു ഈ ഗ്ലോറി ആർക്ക് വിട്ടുകൊടുത്തു? വചനത്തിലേക്ക് തിരിച്ചു വെച്ചു. അപ്പോ ആ വചനമായിരുന്നു ജഡമായി തീർന്നത്. ഈ ഗ്ലോറി മുഴുവൻ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? എന്റെയും നിന്റെയും കയ്യിൽ. Now we can see the glory. അപ്പൊ ഈ വചനം വായിക്കുമ്പോ നിങ്ങൾ എന്തോ കാണണം? വചനം വായിക്കുമ്പോ നിങ്ങൾ എന്തോ കാണണം? ദൈവിക മഹത്വം കാണണം. ദൈവിക മഹത്വം കാണണം. ഇത് സാധാരണ വചനമല്ല. ലോകം വായിക്കുന്നത് പോലെ ഉള്ളതല്ല. ഇത് ദൈവമക്കളെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇനി എത്ര പവർ ഉണ്ട് ഇതിനകത്ത്? Power like him before, right? ആദിയിൽ ഉണ്ടായിരുന്ന
പവർ നമ്മൾ ഉപയോഗിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത്. ഇത്ര വലിയ പവർ ഉപയോഗിക്കുന്ന നമുക്ക് വേറെ വാക്കുകൾ ഉപയോഗിക്കുവാൻ അധികാരമില്ല. ഈ ഡൈനാമിക് പവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോകത്തെ ഉളവാക്കിയ വചനം എനിക്ക് നിനക്ക് തന്നിരിക്കുകയാണ്. എന്റെ നാവിന്മേൽ എന്റെ നാമം നിന്റെ നാവിന്മേൽ എടുക്കുവാൻ എന്ത് കാര്യമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്, ദുഷ്ടനോട് ചോദിക്കുന്നത്. ഇത് നമുക്ക് എടുക്കുവാൻ, ഈ വചനം നമ്മുടെ കരങ്ങളിൽ എടുക്കുവാൻ ദൈവം വന്ന ഭാഗ്യത്തെ ഓർമ്മിക്കണം.